ഭീമമായ സെസ് ചുമത്തിയതിനെതിരെ പരാതി നൽകിയ കണ്ണൂരിലെ കർഷകന്റെ വീടിന് നേരെ ആക്രമണം. കേളകം സ്വദേശി തോമസ് പുതനപ്രയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ചുറ്റുമതിൽ സ്ഥാപിച്ച വൈദ്യുതി വിളക്കുകൾ അക്രമി സംഘം അടിച്ചു തകർത്തു. അരനൂറ്റാണ്ട് പഴക്കമുള്ള സ്വന്തം വീടിന് 20,000 രൂപയുടെ അറ്റകുറ്റപ്പണി നടത്തിയതോടെയാണ് കേളകം സ്വദേശി തോമസ് കുരുക്കിലായത്. 41,264 രൂപ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി സെസ് അടയ്ക്കാൻ തൊഴിൽ വകുപ്പിന്റെ നോട്ടീസ്. വീടിന്റെ ചോർച്ച പരിഹരിക്കാൻ ഷീറ്റിട്ടതിന് ഭീമമായ സെസ് ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ തോമസ് പരാതിയും നൽകി. സംഭവം വിവാദമായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി തോമസിന്റെ വീടിന് നേരെ ആക്രമണം. ചുറ്റുമതിലിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വിളക്കുകൾ അക്രമി സംഘം അടിച്ചു തകർത്തു. പുറത്തെ CFL ബൾബുകൾ മോഷ്ടിച്ചു. അക്രമത്തിന് പിന്നിൽ ആരെന്ന് തോമസിന് നിശ്ചയമില്ല. സർക്കാരിനെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ വിമർശിച്ചിട്ടില്ല. അനീതിക്കെതിരെയാണ് പരാതി നൽകിയതെന്നും തോമസ്. 7:30 ആയപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ ഒരു 10:30 ആയപ്പോഴത്തേനും നിർത്തിയിട്ട് ഞങ്ങൾ കിടന്നതാണ്. നേരം വെളുത്തിൽ പേപ്പർ എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു 6 ബൾബ് അടിച്ച് എല്ലാം പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ആരാന്നും അറിയത്തില്ല, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നടപടി ആവശ്യപ്പെട്ട് തോമസ് കേളകം പോലീസിൽ പരാതി നൽകി. എന്നാൽ കാര്യക്ഷമമായ ഇടപെടലിന് പോലീസ് തയ്യാറായിട്ടില്ല. 78 വയസ്സുള്ള തോമസ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തുടർ ചികിത്സയിലാണ്. സുരക്ഷാ ഭീഷണി നേരിടുന്നതായി തോമസും ഭാര്യയും പറയുന്നു. 24 കണ്ണൂർ.